ഹലോ, അഗോസ് വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ അഗ്മോനെ ഈ ബുധനാഴ്ച സ്കൂൾ തുറക്കട്ടെ, അവന്റെ സ്കൂൾ ലൈഫ് തുടങ്ങുകയാണ്. അപ്പൊ സൺഡേ നമ്മൾ പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായി. അന്ന് മഴയത് കാരണം അത്ര വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാന്ന് കരുതി. അഗ്മോ മയക്ക് വരാത്തതിന് പിണങ്ങിയിരിക്കുക. സൺഡേ പൊതുവെ ലേറ്റായിട്ട് തന്നെയാണ് എണീക്കാറുള്ളത്. ഇന്നിപ്പോൾ ഷോപ്പിങ്ങിന് പോകാനുള്ളതിനോണ്ട് കുറച്ചൊക്കെ വേഗം നോക്കണം. അഗ്മോൻ എണീറ്റിട്ടില്ല. സാധാരണ ഈ സമയമൊന്നും അങ്ങനെ കാണാറില്ല. നല്ലൊരു വൈബാണ് മോർണിംഗിൽ. ചെടിയൊക്കെ നോക്കി നടക്കാൻ ഇഷ്ടമാട്ടോ, പക്ഷെ നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ അഗ്മോനെ വിളിക്കാനായിട്ട് പോയി. അഗ്മോനെ ഉറക്കത്തിലാണ്. ഏട്ടൻ ബ്രാങ്കൂട്ടിലാണ് ഉള്ളത്. അപ്പോൾ അഗ്മോൻ പെട്ടെന്ന് ഫോൺ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടോ. അങ്ങനെ ആളെടുത്ത് ഞാൻ പ്രാങ്കൂട്ടിലേക്ക് പോയി ഏട്ടനെ കാണിച്ചത്. അതാണ് ആൾ ഞായറാഴ്ചത്തെ ആളുടെ ഡ്യൂട്ടിയാണ്. രാവിലെ കയറിയാൽ പിന്നെ ഫുഡ് കഴിക്കാൻ മാത്രമേ താഴോട്ടേക്ക് വരുള്ളൂ. അവിടെ വൃത്തിയാക്കലും അങ്ങനെ ഒത്തിരി പണി ഉണ്ടാവും. അപ്പോൾ ആൾ കാപ്പി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായി ഞാൻ. നല്ല രസമാണ് രാവിലത്തെ ഇവിടുത്തെ ഈ ഒരു കാഴ്ച കാണാൻ കേട്ടോ. വേനലാവുന്ന സമയത്ത് നന്നായിട്ട് ഉണങ്ങി കിടക്കുന്ന സ്ഥലമാണ്. മഴ ഒരു 2-3 മഴ ചെയ്തപ്പോഴേക്കും നല്ല പച്ചപ്പ് കയറിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കണ്ണൻ കളിക്കാൻ വരുന്നുണ്ടായി. കണ്ണനെ കണ്ടാൽ പിന്നെ കണ്ണനോ തനോ ആരും വന്നാൽ പിന്നെ അവൻ ആരും വേണ്ട. പിന്നെ വാട്ടർ ബലൂൺ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും വെച്ച് കളിക്കട്ടെ. രണ്ടാൾക്കും വലിയ ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ അഗ്മോൻ ഒത്തിരി അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് കണ്ണൻ ആദ്യമായിട്ട് കൊടുത്താണ്. അവനതും കൊണ്ട് നടക്കുകയാണ്. കണ്ണൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് സ്പൈഡർമാൻ്റെ ബാഗും വാട്ടർ ബോട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിട്ടാന്ന് തോന്നുന്നത്. കുറേ ദിവസമായി സ്പൈഡർമാൻ തന്നെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളോട്. അങ്ങനെ കോഴീൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം പോയി കിന്നാരൊക്കെ പറഞ്ഞ്. അവന് വലിയ ഇഷ്ടമാണ് കോഴിയോട് സംസാരിക്കാനായിട്ട്. ഒരു ദിവസം കൈക്ക് ഒരു കൊത്ത് കിട്ടിയതിന് ശേഷം അവൻ അധികം അടുത്തേക്ക് പോവില്ല. നമ്മൾ കൈക്ക് വെച്ച് കൊടുക്കുമ്പോഴേക്ക് കൊത്താൻ നിൽക്കും. അന്ന് ചെറുതായിട്ട് ചോരൊക്കെ വരുന്നുണ്ടായി. അതുകൊണ്ട് അങ്ങനെ കോഴീൻ്റെ അടുത്തേക്ക് അധികം തൊട്ട് കളിക്കലില്ല. ദൂരെ നിന്നുള്ള സംസാരം മാത്രമല്ലാണ്ട്. കോഴികൾ ഇപ്പം മുട്ടയിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇടാറില്ല കേട്ടോ. ദിവസം 4 മുട്ട 5 മുട്ടയൊക്കെ കിട്ടും. എല്ലാവരും ഒരുമിച്ച് ഇടാറില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം മെല്ലെ ഇറങ്ങി. നല്ല മഴക്കാറുണ്ട്. അതിന് മുന്നത്തെ ഞായറാഴ്ച നമ്മൾ സ്കൂള് സാധാരണ തുറക്കുന്നതായി ആണല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാൻ. ടൗണിൽ തിരക്കുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ മഴ ചതിച്ചിട്ടുണ്ട്. നമ്മളവിടെ ടൗണിലൊക്കെ എത്തിക്കുമ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായി. അഗ്മോൻ ഈ തവണ pre-KG നമ്മൾ LKG അഡ്മിഷൻ എടുത്തിട്ടുണ്ടായത്. പക്ഷേ അവന് ഏജിൻ്റെ പ്രോബ്ലം കാരണം pre-KG പിന്നെ അവർ അഡ്മിഷൻ ആക്കിയത്. അങ്ങനെ നല്ല മഴക്കാറുണ്ട്. അവിടെ ടൗണിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേ നല്ല മഴയായിരുന്നു. പിന്നെ അവൻ്റെ യൂണിഫോം ഇന്ന് അവർ അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് വാങ്ങിക്കാനൊക്കെ ഉണ്ടായി. അവളോടെ അളവൊക്കെ കൊടുത്തിട്ടുണ്ടായി. അവരെ വിളിച്ച് പറയുണ്ടായത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിളിച്ച് പറയും ഞായറാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് പിന്നെ ടൗണിലേക്ക് പോയത്. എവിടേക്ക് പോകണമെന്ന് വലിയ പിടുത്തമില്ലായിരുന്നു. അത് മഴയും കൂടി ആയപ്പം അങ്ങനെ ഏട്ടൻ ഒരു ട്രോപ്പിക്കാന നമ്മൾ ടിപ്പ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലേക്കാണ് കയറിയിട്ടുണ്ടായത്. ആദ്യം തന്നെ അവിടെ പോയി കുറേ നോക്കി കളിച്ച്. പിന്നെ അവന് pre-KG ആയത് കാരണം അധികം ബുക്സ് വേണ്ട. ആകെ ഒരു ബുക്കാണുള്ളത്. അപ്പോൾ അത് വെക്കാനുള്ളൊരു ചെറിയ ബാഗ് അത്രയേ ഉള്ളൂ. പിന്നെ കിറ്റ് വേറെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെരുന്നാളായതുകൊണ്ടോ എന്താണെന്നറിയില്ല, നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ടൗണിൽ. നമ്മൾ പുറത്ത് ചേവായൂർ ആ ഭാഗത്തു നിന്നൊക്കെ വണ്ടി ഇല്ലാത്തതുകൊണ്ടപ്പോൾ വിചാരിച്ച് വലിയ തിരക്കുണ്ടാവില്ലേക്കും. ടൗണിലെത്തിയപ്പോൾ നല്ല തിരക്ക് തന്നെയാണ്. ഇവിടെ കുറേ സമയം പോയി. ആൾക്ക് ഒരു സൈസ് പറ്റിയ ബാഗ് കിട്ടിയതുമില്ല. അതുമാത്രമല്ല പിന്നെ നമ്മൾ SM സ്ട്രീറ്റിലേക്ക് തന്നെ പോയിട്ടുണ്ടായത്. എനിക്ക് അവിടെ പോയി എടുത്താലേ ഒരു സമാധാനമാവുള്ളൂ കേട്ടോ. ഏട്ടന് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് SM തിരിഞ്ഞ് കളിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആദ്യം ഇങ്ങോട്ട് വന്നത്. പക്ഷേ എനിക്ക് വലിയ തൃപ്തിപ്പെട്ടില്ല. പിന്നെ ആൾക്കും ബാഗ് സൈസ് അവന് ഒത്തത് കിട്ടില്ല. പിന്നെ കുറേ ടൈം പോക്കണ്ടല്ലോ വെച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. വാട്ടർ ബോട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടായി. അഗ്മോൻ കയറി അപ്പോൾ തുടങ്ങിയാണ് സ്പൈഡർമാൻ്റെ വേണമെന്നും പറഞ്ഞിട്ട്. ബാഗ് സ്പൈഡർമാൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ടായി. പക്ഷേ വലിയ വലുപ്പം അവന് ഇട്ട് നോക്കുമ്പോൾ വല്ലാതെ വലുപ്പം തോന്നി. പിന്നെ അതൊന്നും എടുത്തിട്ടുണ്ടായില്ല. സ്കൂൾ ബാഗിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ പെൺകുട്ടികൾക്കാണെങ്കിലും 2 ബോയ്സിനും ഗേൾസിനും വരുന്ന ഒത്തിരി ബാഗുണ്ട്. അവൻ്റെ ആ സൈസിനെ കിട്ടാതെ ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും അവനൊരു ചീർപ്പൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. സാധാരണ സൂപ്പർ മാർക്കറ്റിൽ എവിടെയും പോകുമ്പോഴാണ് അവൻ്റേതായ കുറേ പർച്ചേസിങ് നടത്തും. പക്ഷെ അതൊന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കൈ പിടിച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ വാശി പിടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോഴേക്കും ആകുമ്പോൾ അവൻ്റെ പ്രിയപ്പെട്ട കുറച്ച് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. കുറച്ച് നേരം അച്ഛനെ സോപ്പിട്ട് കളിച്ചെങ്കിലും പിന്നെ ആളടുത്ത് നിന്ന് വിട്ടുപോയി. പിന്നെ ടിഫിൻ ബോക്സ് ഇതുപോലെ സ്പൈഡർമാൻ്റെ വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മള് ടൗണ് ഈ പാത്രമൊക്കെ പിടിച്ച് കാണിച്ചത് ബോട്ടിലേക്ക് വേച്ച് കഴിഞ്ഞു.
സൂപ്പർമാൻ്റെ എന്താ പറഞ്ഞു കൊടുക്ക് ഹലോ എന്റെ ബാഗ് ടൗണിൽ നല്ല മഴയത് കാരണം നമുക്ക് പിന്നെ വീഡിയോസൊന്നും അധികം എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ.